പത്മജ വേണുഗോപാലിന്റെ BJP പ്രവേശനം വൻ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയതിന് പിന്നാലെ TG നന്ദകുമാറിന്റെ രംഗപ്രവേശം. പത്മജയെ LDF-ൽ എത്തിക്കാനായി ചർച്ച നടത്തിയിരുന്നു എന്നാണ് നന്ദകുമാറിന്റെ അവകാശവാദം. എങ്ങോട്ടും പോയിട്ടില്ല. ആ ആരോപണവും EP ജയരാജന്റെ നേർക്കു തന്നെയാണ്. EP-യുടെ ആവശ്യപ്രകാരമാണ് പത്മജയുമായി ചർച്ച നടത്തിയത്. വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം വാഗ്ദാനം ചെയ്തായിരുന്നു ചർച്ച. പത്മജ സൂപ്പർ പദവികൾ ആവശ്യപ്പെട്ടതുകൊണ്ട് ചർച്ച മുന്നോട്ട് പോയില്ല എന്നും TG നന്ദകുമാർ. തൃക്കാക്കര ബൈ ഇലക്ഷൻ്റെ നിയോജകമണ്ഡലം ചുമതല EP ജയരാജനായിരുന്നു. അന്ന് അദ്ദേഹം ഈ വിഷയം ഞാനും അദ്ദേഹം കൂടി സംസാരിച്ചു. അന്ന് പത്മജ വേണുഗോപാൽ ദുബായിലായിരുന്നു. അവരെ വിളിച്ച് LDF-ൻ്റെ ഭാഗമാകാൻ പറഞ്ഞു. ഞാൻ തന്നെയാണ് പത്മജ വേണുഗോപാലിനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചത്. പ്രതീക്ഷകൾക്ക് അപ്പുറമുള്ള എന്തോ തസ്തിക വേണമെന്നുള്ളൊരു ആവശ്യത്തിലേക്ക് വന്നുകൊണ്ടാണ് അന്നത്തെ ആ LDF-ൻ്റെ ഭാഗമാകാൻ കഴിയാതെ പോയത്. പത്മജ വേണുഗോപാലിനോട് എൻ്റെ ഫോൺ വഴി സംസാരിക്കുകയാണ് ചെയ്തത്. താല്പര്യത്തോടു കൂടി തന്നെ സംസാരിച്ചു. പരിഗണനകളുടെ സൂപ്പർ പരിഗണനകൾ വേണമെന്നുള്ളൊരു ഡിമാൻഡാണോ അതിന് തടസ്സമായി എന്നാണ് എൻ്റെ അറിവ്. ദല്ലാൽ നന്ദകുമാർ ഒരു കാര്യത്തിനും ബന്ധപ്പെട്ടിട്ടില്ല എന്ന് പത്മജ വേണുഗോപാൽ. തൃക്കാക്കര തെരഞ്ഞെടുപ്പ് കാലത്ത് പലരും സമീപിച്ചു. അത് ഇപ്പോൾ പുറത്തു പറയാൻ കഴിയില്ല എന്നും പത്മജ വേണുഗോപാൽ. EP ജയരാജൻ പറഞ്ഞിട്ട് ദല്ലാൽ നന്ദകുമാറാണോ അന്ന് വന്നിരുന്നത്? തൃക്കാക്കര വന്നോന്നല്ല, തൃക്കാക്കര അവിടെ നിന്ന് ആ ഇലക്ഷൻ സമയത്ത് പലരും എന്നെ ബന്ധപ്പെട്ടിരുന്നു. അത് പക്ഷെ എനിക്ക് പുറത്ത് പറയാൻ പറ്റില്ല. ഞാൻ ഒന്നിലും അങ്ങനത്തെ സ്ഥാനങ്ങളിലൊന്നും വീഴുന്ന ആളല്ല. സ്ഥാനമാനങ്ങളിലൊന്നും ഇത്രയേ ഉള്ളൂ എന്ന് എനിക്കറിയാം. APM-നെ കണ്ടിട്ടേ ഇല്ല. ഞാൻ ഡൽഹിക്ക് പോകണവരെ ഈ വിചാരം മനസ്സിലില്ല. പാർട്ടിയിൽ നിന്ന് രാജിവെക്കണമെന്ന് കുറച്ച് കാലമായിട്ട് ചിന്തിക്കുക. അത് ഏത് പാർട്ടിയിലേക്കാന്ന് പോലും ഒറ്റ രാത്രിയുള്ള എടുത്ത തീരുമാനം. നന്ദകുമാർ ബന്ധപ്പെട്ടിട്ടേ ഇല്ല.